സൂര്യനെല്ലി പീഡനക്കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ മുൻ DGP സിബി മാത്യൂസിനെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മണ്ണന്തല പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് പോലീസിൻ്റെ നടപടി. സിബി മാത്യൂസ് എഴുതിയ നിർഭയം എന്ന പുസ്തകത്തിലാണ് അതിജീവിതയുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഷെവീദ് റാവുത്തർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷെവീദ്, വിശദാംശങ്ങൾ. സിബി മാത്യൂസിന്റെ നിർഭയം ഒരു IPS ഓഫീസറുടെ അനുഭവക്കുറിപ്പുകൾ എന്ന പുസ്തകമാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് വഴിവെച്ചത്. സൂര്യനെല്ലി കേസിലെ അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ, വ്യക്തിവിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ പരാമർശിച്ചു എന്നുള്ളതാണ് ഇതിന് ആധാരമായ സംഭവം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണന്തല പോലീസ് കേസെടുത്തിട്ടുള്ളത്. IPC 228A, അതായത് പീഡനം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയിൽ പെടുന്ന ഇരകളുടെ പേരുവിവരങ്ങളും അവരുടെ വ്യക്തിവിവരങ്ങളും പൊതുസമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്തുക എന്നുള്ള കുറ്റമാണത്. ആ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ മണ്ണന്തല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. ജസ്റ്റിസ് ബദറുദ്ദീൻ ആയിരുന്നു സിബി മാത്യൂസിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സിബി മാത്യൂസിന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സൂര്യനെല്ലി കേസിലെ അതിജീവിത ആരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകുമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഏതായാലും ഈ സിബി മാത്യൂസിന്റെ പുസ്തകത്തിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിജീവിത താമസിക്കുന്ന സ്ഥലം, മാതാപിതാക്കളുടെ പേരും പഠിച്ച സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയതായിരുന്നു വിവാദമായതും പിന്നീട് ഹൈക്കോടതി കയറിയതും. ഏതായാലും ഇപ്പോൾ മുൻ DGP സിബി മാത്യൂസിനെതിരെ മണ്ണന്തല പോലീസ് കേസെടുത്തിട്ടുള്ള തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നാണ് മണ്ണന്തല പോലീസ് അറിയിച്ചിട്ടുള്ളത്. താങ്ക് യു ഷെവീദ് റാവുത്തർ.